എന്നാലും ചോദിക്കേ, ക്ഷേത്രത്തിൻ്റെ ചട്ടമുണ്ട്, അത് നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവിടെ പോകേണ്ട കാര്യം എന്താ? അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ യൂട്യൂബർ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഹൈക്കോടതി വിധി ലംഘിക്കുകയും ചെയ്ത് ഗുരുവായൂർ ക്ഷേത്രനടയിൽ പോയിട്ട് കാൽ കഴുകുകയും അതുപോലെ തന്നെ റീൽ ചിത്രീകരണം നടത്തി ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കുകയും അതുപോലെ തന്നെ വിവാദമാക്കുകയും ചെയ്തിരുന്നു. ആ വിവാദമായതിനു ശേഷം അവർ ആ വീഡിയോ അതിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ക്ഷേത്രത്തിന്റെ ഭാഗമായ തീർത്ഥക്കുളത്തിൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് നിലവിൽ വിലക്കുണ്ട് എന്നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചത്. അഹിന്ദുക്കൾക്ക് കുളത്തിലിറങ്ങാൻ അനുമതിയില്ല എന്നുകൂടി അവർ പത്രക്കുറിപ്പിൽ അറിയിക്കുകയുണ്ടായി. നടപ്പുരയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ചിത്രീകരണവും അതുപോലെ തന്നെ റീൽസ് അവർ എടുക്കുകയും ചെയ്തിരുന്നു. ഇത് വിവാദമായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടൊരു അറിയിപ്പുണ്ടായിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ യൂട്യൂബർ ജാസ്മിൻ ജാഫർ കാൽ കഴുകിയ സംഭവത്തിൽ പുണ്യാഹം നടത്തും എന്നാണ് നമ്മുടെ ദേവസ്വം ബോർഡ് പറയുന്നത്. ക്ഷേത്രത്തിന്റെ 6 ദിവസം പൂജകളും ശ്രീവേലിയും ആവർത്തിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. അതുപോലെ തന്നെ ചൊവ്വാഴ്ച രാവിലെ മുതൽ 18 പൂജകളും 18 ശ്രീവേലിയും വീണ്ടും നടത്തുമെന്നും ഗുരുവായൂരം ദേവസ്വം ബോർഡ് അറിയിച്ചു. ചൊവ്വാഴ്ച വരെ ദർശനത്തിന് നിയന്ത്രണമുണ്ടായിരിക്കുമെന്നും അവർ പത്രക്കുറിപ്പിൽ അറിയിക്കുകയുണ്ടായി. ഈ യൂട്യൂബർ ജാഫർ എന്നൊക്കെ പറയുന്ന വ്യക്തികൾ എന്തിനാണ് ഒരു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി അവർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടിയത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ അടുത്തിടെയാണ് നമ്മുടെ ജസ്ന സലീം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുപോലെ ഗുരുവായൂർ നമ്മുടെ അമ്പലനടയിൽ പോയി അവിടെ നിന്ന് കേക്ക് മുറിക്കുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടാവുകയും അതിനുശേഷം ഹൈക്കോടതി കേസെടുക്കുകയും എല്ലാം ചെയ്തതാണ്. ഇതെല്ലാം എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷവും ഇത്തരം കാര്യങ്ങൾ ആൾക്കാർ തുടരുകയാണ് എന്നുള്ളതാണ്. ഓരോ മതത്തിനും അവരുടെ അമ്പലത്തിലായാലും അതുപോലെ തന്നെ പള്ളിയിലായാലും അതുപോലെ തന്നെ ചർച്ചിലായാലും എല്ലാം അവർക്ക് അവരുടെ നിബന്ധനകളും അതുപോലെ തന്നെ നിയമങ്ങളും ഉണ്ടാകും. അതെല്ലാം ലംഘിച്ചുകൊണ്ട് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ പോയിട്ട് റീൽസ് ചിത്രീകരിച്ചിട്ട് വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊന്നും ബുദ്ധിമോശം കൊണ്ട് സംഭവിക്കുന്നതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശക്തമായ നടപടിയിൽ കൂടെ തന്നെ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കാത്ത രീതിയിൽ നിയമ സംവിധാനം അതിൻ്റെ വഴിക്ക് തന്നെ പോകണം. അപ്പോൾ മാത്രമേ ഇതിനൊക്കെ നമുക്കൊരു കടിഞ്ഞാണിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ശരിക്കും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ആ ദേവസ്വം ബോർഡ് വകുപ്പിന് അല്ലെങ്കിൽ ആ അമ്പലത്തിന് എന്തൊക്കെ നഷ്ടങ്ങളാണോ അവർക്ക് അവിടെ സംഭവിച്ചത്, ഇതുമായിട്ട് പുണ്യാഹം തളിക്കാനും അവിടെ ശുദ്ധീകരണ കലശത്തിനും ഒരുപാട് സംഖ്യ ചെലവ് വരും. ആ പൈസ തീർത്തും ഒരു അണുവിട വിടാതെ ഇത്തരം ആൾക്കാരിൽ നിന്ന് ഈടാക്കുകയാണ് ശരിക്കും ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇത് കാരണം നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട ഈ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഒരുപാട് ക്ഷമയും അതുപോലെ തന്നെ സ്നേഹവും മുസ്ലിം സമൂഹത്തോടുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇത് നമ്മുടെ ഉത്തർപ്രദേശിലോ അങ്ങനത്തെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവിടെ വലിയ കച്ചറയും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇത് മാത്രം മതി എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അൻസാർ സൊഹരി ഉസ്താദ് പറയുന്ന കുറച്ച് വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കതൊന്ന് കേൾക്കാം. ഇവിടെ മുസ്ലിം പേരുള്ളപ്പോഴാണ് പ്രസക്തി ഉള്ളത്. അതൊക്കെ അങ്ങ് പോട്ടെ. ഇപ്പം ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണെന്ന് പറയുന്ന ആളോട് ശ്രദ്ധിക്കണം, ഗുരുവായൂർ പരിസരത്ത് കച്ചവടം നടത്തുന്നതിൽ നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളാണ്. അവിടെ വരുന്ന വിശ്വാസികളെ കൊണ്ടാണ് ഇവരുടെ കുടുംബം പോറ്റാൻ കഴിയുന്നത്. ആ കച്ചവടക്കാർക്ക് വിശ്വാസികളെ കൊണ്ടോ വിശ്വാസികൾക്ക് കച്ചവടക്കാരെ കൊണ്ടോ ഒരു പ്രശ്നവുമില്ല. അവർ പാരസ്പര്യ സഹായത്തോടെ അവർ മുന്നോട്ട് ജീവിക്കുന്നു. ആരെ കൊണ്ടാണ് ഈ പ്രശ്നം? എന്നാലും ചോദിക്കേ, ക്ഷേത്രത്തിൻ്റെ ചട്ടമുണ്ട്, അത് നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവിടെ പോകേണ്ട കാര്യം എന്താ? ഇനിയിപ്പം വേറെ കാര്യം കൂടി മനസ്സിലാക്കണം. മുസ്ലിം പെൺകുട്ടി എന്നുള്ള വാക്കെല്ലാം മുസ്ലിം നാമധാരിയായ പെൺകുട്ടി, അതാണ് കറക്റ്റ് പറയുന്നത്. യഥാർത്ഥ മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്. അവിടെയൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെയൊക്കെ ചെല്ലും, കാണും. അവിടുത്തെ സംസ്കാരങ്ങൾ, അവിടുത്തെ കലകളൊക്കെ നോക്കി ആസ്വദിക്കും, ഫോട്ടോ ഒക്കെ എടുത്ത് വരും. ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ വിശ്വാസങ്ങളെ ധ്വംസിക്കുന്ന രൂപത്തിലേക്ക് കടന്നാക്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ മാന്യത ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാകണ്ടേ, വലിയ വിവാദമാകണ്ടേ? ഇതൊക്കെ അവരിതൊക്കെ സഹിക്കുന്നില്ലേ? ഗുരുവായൂർ പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായൊരു ക്ഷേത്രത്തിൻ്റെ അതിർവരമ്പുകൾ വേദിച്ചുകൊണ്ടൊരു മുസ്ലിം പെൺകുട്ടി അവിടെ ചെന്ന് റീൽസ് എടുക്കുക, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും പാടില്ല എന്നുള്ളത്. അത് മുഴുവൻ ആ നിയമത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് ഈ തോന്നിവാസം ചെയ്യുമ്പം അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമപരമായിട്ട് പോകുന്നു എന്നുള്ളത് സത്യത്തിൽ അവരുടെ സഹിഷ്ണുതയുടെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം. അല്ല മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടല്ല, മുസ്ലിങ്ങൾ പല ആളുകളും ആ പരിസരത്തുള്ള കച്ചവടക്കാർ ഇവരെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പരസ്പരം സഹായിച്ചൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്.
എന്തിനാണ് ഈ തോന്നിയാസിന് പോകുന്നത്? സുഹദി ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. ഉസ്താദ് പറഞ്ഞത് വളരെ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉസ്താദ് പറയുകയാണ്, ആ ക്ഷേത്രത്തിനോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ധാരാളം മുസ്ലിം സഹോദരങ്ങൾ അവിടെ കച്ചവടവും മറ്റുമായിട്ട് ഇങ്ങനെ തിങ്ങിപ്പാർത്ത് കഴിയുന്നുണ്ട്. പക്ഷേ അവർ ഈ അമ്പലത്തിനോ അല്ലെങ്കിൽ ഈ അമ്പല നിവാസികൾ ഈ കച്ചവടക്കാർക്കോ യാതൊരു പ്രശ്നവും ഇത്രയും കാലവുമായിട്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലുമാണ് അവിടെ ആൾക്കാർ ജീവിച്ചു പോകുന്നത്. പക്ഷേ ഇത്തരം ആൾക്കാർ പോയി ഇത്തരം ഓരോ മോശപ്പെട്ട പ്രവൃത്തികൾ അവിടെ ചെയ്യുന്നത് കൊണ്ട് ഇത്തരം ആൾക്കാർക്ക് കൂടി പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ജസ്ന സലീം മറ്റു പോയിട്ട് റീൽസ് എടുക്കുകയും അവിടെ നിന്ന് കേക്ക് മുറിക്കുകയും ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരുപാട് പ്രശ്നവും കോളടക്കം കേരളം എല്ലാം കണ്ടതാണ്. പക്ഷേ ഇതിനൊക്കെ ആധാരമെന്ന് പറയുന്നത് ഇതൊക്കെ തട്ടമിട്ട പെൺകുട്ടികളാണ് എന്ന് പറയുന്നതാണ്. കാരണം ഇവരുടെ പേരിൻ്റെ തുമ്പത്ത് എല്ലാം മുസ്ലിമിൻ്റെ ഒരു നാമധേയം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കൊരു പ്രശസ്തിയും അതുപോലെ തന്നെ ഒരു വൈറൽ സ്ഥാനവും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ട്. അത് മുതലാക്കാൻ വേണ്ടി തന്നെയാണ് അവരവിടെ പോകുന്നത് എന്നുള്ളതാണ്. ഇവരൊക്കെ ചെയ്യേണ്ടത് അൻസാർ സൗരി ഉസ്താദ് പറഞ്ഞതുപോലെ എത്രക്കും ആ മതത്തിനോട് സ്നേഹവും അല്ലെങ്കിൽ ആരാധനയും എല്ലാം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ മതത്തിലേക്ക് കടന്നു ചെന്നതുകൊണ്ട് അവരുടെ മതം സ്വീകരിച്ച് മാന്യമായ രീതിയിൽ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അമ്പലക്കുളത്തിൽ പോയി കുളിക്കുകയോ അവരുടെ ആരാധനയിൽ കയറുകയോ ഒക്കെ ചെയ്യാം. എന്തിനാണ് ഈ ഇതര മതസ്ഥയിൽപ്പെട്ട ഒരാൾ അത്തരം അമ്പലത്തിൽ കയറിപ്പോയിക്കൊണ്ട് അവരുടെ ആരാധനാമൂർത്തികളെയോ അല്ലെങ്കിൽ അവരുടെ കുളങ്ങളെയോ ഇതിനെയൊക്കെ മലിനീകരണമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുന്നതെന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരു അമ്പലത്തിലായാലും അതിൻ്റെ റൂൾസ് അവിടെ എഴുതി തൂക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതിനെ ലംഘിക്കുന്ന എന്തൊന്ന് നമ്മൾ ചെയ്താലും അത് അവരുടെ ആചാര ലംഘനത്തിന് കാരണമാവുകയും അവർക്ക് അതുമായിട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഈ കാര്യത്തിൽ അവർ വേറെ ഒന്നും ചെയ്തില്ല, വെറും നിയമ നടപടിയിലേക്ക് അവർ ഒതുക്കുകയാണ്. അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റോ ഇത്തരം കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ചുട്ടടിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പുറകെ കിട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ നാടായതുകൊണ്ടാണ്, നമ്മുടെ സഹോദര മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ പിന്നെയും പിന്നെയും അവിടെ നടക്കുന്നത്. കാരണം ഇത്തരം ഒന്നല്ല രണ്ടല്ല മൂന്നാമത്തെ പ്രാവശ്യമാണ് ആചാരലംഘനം, അതും അന്യ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാക്കുന്നത്. എന്തിനാണ് അവരെ ദ്രോഹിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പോകുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഹാരിസ് ഹുസൈനെ പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് ആ നാമം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ ഡോക്ടർ ഹാരിസ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം മതം മാറുകയോ മറ്റു മതത്തിലേക്ക് പോവുകയോ ഒന്നും അദ്ദേഹം ചെയ്യുകയില്ല. അതിൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ നിഷിദ്ധമായിട്ട് പച്ചത്തെറിയും അനാശാസ്യം പറയുകയും അതുപോലെ തന്നെ ലോകത്തില്ലാത്ത തെറികളും എല്ലാം റസൂലിനെ കുറിച്ചും മതത്തിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും എല്ലാം വായിത്തോരാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് അവരുടെ വളം. അതുപോലെ തന്നെയാണ് ഈ ജാസ്മിൻ ആയാലും അതുപോലെ തന്നെ നമ്മുടെ ജസ്ന സലീം ആയാലും ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പേരിൻ്റെ തുമ്പത്തുള്ള ആ നാമം വെച്ചുകൊണ്ടിട്ട് എങ്ങനെ ജീവിക്കാമെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് റീൽസ് എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ വേറെയും ഉണ്ട് എന്നുള്ളതാണ്. ഈ അമ്പലത്തിൻ്റെ കുളത്തിൽ മാത്രം പോയിട്ട് റീൽസ് എടുക്കലും കാലികലും ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇത്തരം സഹോദരിമാർക്കില്ല. പിന്നെ എന്തിനാണ് അവർ ലംഘിക്കണം? അവർക്കറിയാം അത് അമ്പലക്കുളമാണ്, അത് അമ്പലമാണ്, അവിടെ അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല എന്നൊക്കെ അറിയാം. എന്നിട്ടും അവിടെ പോയി ഇത്തരം തോന്നിവാസം കാണിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കുകയും അതുപോലെ തന്നെ അർഹിക്കുന്ന ശിക്ഷ എന്താണോ നിയമത്തിൻ്റെ കണ്ണിൽ കിട്ടുന്നത് അത് വാങ്ങിക്കൊടുക്കുകയും തന്നെ ചെയ്യണം. എന്ത് പറഞ്ഞാലും തെറി എന്ന് പറയുന്നത് അവസാനമായിട്ട് ആ മതത്തിനെയും ആ മതത്തിനെ മൊത്തം അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലാണ് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളെല്ലാം തന്നെ വളരെ സങ്കടകരമായ കാര്യമാണ്. കാരണം ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ ഇത്തരം മോശപ്പെട്ട മെസ്സേജുകൾ അയക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു മതത്തെ ബഹുമാനിക്കുക, അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കണം. നമ്മളതിനെ നിന്ദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം നമ്മുടെ ആചാരങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കാതിരിക്കുകയോ അതിലേക്ക് കൈകടത്തുകയോ ചെയ്യുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന അനിഷ്ടം തന്നെയാണ് ഇത്തരം മതക്കാർക്ക് നമ്മളോടും ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാക്കാനുള്ള ഒരു അടവ് എന്നതിലുപരി ഇവർക്ക് മതവുമായോ അല്ലെങ്കിൽ ജാതിയുമായിട്ടോ കുലവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകൾ അർഹിക്കുന്ന അഗ്നിയോടെ കണ്ട് തള്ളിക്കളയണം മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.